ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇവിടെ ഏട്ടൻ്റെ അടുത്തേയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ. പിന്നെ കുഞ്ഞിൻ്റെ ചെറിയ മോൻ്റെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണ്. ഞങ്ങൾ നക്ഷത്രം നോക്കണ കാരണം ഇന്ന് ഒരുമിച്ച് വന്നതാണ് കേട്ടോ. അത് ഡേറ്റ് നോക്കുമ്പോൾ ഇന്നല്ലല്ലോ വരുന്നത്. അപ്പോൾ ദേ ഞങ്ങളെ വിളിച്ച് ഞങ്ങളിവിടെ വന്നതാട്ടോ. ഞാൻ അവിടുന്ന് സൗണ്ടൊക്കെ കൊടുത്തായിരുന്നു, പക്ഷേ കുട്ടികളാകെ മഴ നന്നിട്ട് അവർ പുറത്ത് പോയി വന്നത്. അപ്പോൾ ആകെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആയി. അപ്പോൾ ഞാൻ ഒന്ന് സൗണ്ട് കൊടുക്കാമെന്ന് എഴുതി. വിളിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്. വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഏട്ടനില്ല, എടുത്തില്ല, കുട്ടികളില്ല. അവർ കേക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോയേക്കായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും ഞാനും ചേട്ടനും കൂടെ ഇവിടെ ടേബിളൊക്കെ സെറ്റാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്കൊക്കെ കൊടുത്തു. സ്പൈഡർമാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന കുഞ്ഞിച്ചക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല സ്പൈഡർമാൻ്റെ കേക്ക് തന്നെയാണ് വാങ്ങിയിരിക്കണത്. ഡെക്കറേറ്റ് ചെയ്തിട്ട് ഏടത്തി ഫോട്ടോൻ്റെ പിക്കൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിച്ചക്കൻ ജാങ്കിരി എന്നാണ് വിളിക്കുക. മൂത്താളേനെ കാശിനാഥ് നച്ചിക്കേത് എന്നാണ് പേര് കേട്ടോ. നമ്മുടെ ശിവ അവിടെ നിൽക്കുന്നുണ്ട്. ആൾക്ക് നല്ല കോൾഡ് ഉണ്ട്. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആൾ നല്ല ഉറക്കമായിരുന്നു, ക്ഷീണം കാരണം. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അതിൻ്റെ ഉടനെ കൂടെ ഇതേ ജാങ്കും മിഠായിയൊക്കെ എടുത്ത് കേക്കിൻ്റെ മേലൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. മിഠായികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കിറ്റ്കാറ്റ്, സ്നിക്കേഴ്സ്, ഡയറി മിൽക്ക്, മെലഡിയുടെ കോപ്പിക്കോ, പിന്നെന്താ എക്ലെയർ, അങ്ങനെ കുറേ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മെലഡി മാത്രമേ വാങ്ങിയുള്ളൂ, പോലെ ഡ്രസ്സും. ബാക്കിയെല്ലാം ഇടത്തി കുഞ്ഞിനും കേക്ക് വാങ്ങി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ സെറ്റാക്കാണ്. അപ്പോൾ കുറേ മിഠായി ഉള്ളതുകൊണ്ട് തന്നെ ഞാനെല്ലാം ഇടുന്നുണ്ട്. പക്ഷേ കുഞ്ഞ് സമ്മതിച്ചില്ല കേട്ടോ. കുറേ ഇടുമ്പോൾ മതി കെട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും വാങ്ങിയതല്ലേ എന്നൊക്കെ എഴുതിയിട്ട് എടുത്തിട്ട്, പക്ഷെ ഞാൻ എക്ലെയറൊക്കെ കുറച്ച് സെറ്റ് ആയിക്കോളൂ കേട്ടോ. ടേബിൾ പറഞ്ഞു. പിന്നെ ഒക്കെ കേക്കിൻ്റെ മേലെ കുട്ടികളല്ലേ, അതും ഇതൊക്കെ ടച്ച് ചെയ്ത് ഇതാക്കുന്നല്ലോ എന്ന് എഴുതി. പിന്നെ കുട്ടികൾക്ക് ഡേ കെയറിക്കും മടക്കിയൊക്കെ കൊണ്ടുപോകാനുണ്ട്. ഡേ കെയർ ഉണ്ട്, ട്യൂഷൻ ക്ലാസ് ഉണ്ടൊക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്ക് അധികം നിർത്തില്ല, പക്ഷെ കേക്ക് നന്നായി കൊണ്ടുപോകാറുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഞാനത് പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ. കാരണം അവിടെ കുട്ടികളാരും കഴിക്കില്ല. ഡേ കെയറിലേക്കുള്ള കേക്ക് കൊടുക്കും, പിന്നെ അപ്പുറത്ത് 2-4 വീട്ടിലേക്കുള്ള കേക്കും കൊടുക്കും. ബാക്കിയുള്ളത് ഞാൻ കൊണ്ടുപോകാറാണ് പതിവ്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇനിയിപ്പോൾ പോകുമ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ വരുമ്പോൾ നമ്മളൊരു പാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് അങ്ങനെ. അപ്പോൾ അതാണ് ഇന്നത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ കേക്കൊക്കെ സെറ്റാക്കുന്നുണ്ട്. കുട്ടികളാകെ മഴ നന്നിട്ടാണ് വന്നത്, അതുകൊണ്ട് അവർ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഏടത്തെയും കുഞ്ഞിനും പിന്നെ അന്നത്തെ ഡ്രസ്സ് തന്നെ ഒരുമിച്ച് നിൽക്കാമെന്ന് എഴുതിയിട്ട് നനഞ്ഞ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ കേക്കിൻ്റെ അടിയിൽ കുഞ്ഞിനെ എപ്പോഴും പറയേണ്ട ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഇത് വെച്ചോളൂന്ന്, ബോക്സിൻ്റെ. പക്ഷേ ഇന്ന് കുഞ്ഞൻ പറഞ്ഞു അത് മാറ്റിക്കൊന്നു. അപ്പം ഞാൻ കുഞ്ഞിന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് മിഠായിയൊക്കെ. ചേട്ടൻ വീഡിയോയിൽ തീരെ പെട്ടിട്ടില്ല. ചേട്ടൻ ഫുൾ വീഡിയോഗ്രാഫറായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അച്ചു ഉണ്ടാവാറുണ്ട്. അശ്വതി എന്നാണ് പേര്. എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ആൾ നേഴ്സാണ്, ICUലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആൾ നൈറ്റാണ്, അതുകൊണ്ട് അവൾ ഇന്ന് പെട്ടിട്ടില്ല. മറ്റേത് അവളും കൂടി വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവൾ ഫോൺ വാങ്ങിയിട്ട് വീഡിയോ എടുക്കും. ചേട്ടൻ സ്ക്രീനിൽ വരാറുണ്ട്, ഞാൻ ചെല്ലാറുണ്ട്. ചേട്ടനെ ഇത്തവണ അതിനെ സമ്മതിച്ചില്ല, സ്ക്രീനിൽ ആൾ വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ മിഠായിയൊക്കെ സെറ്റാക്കുന്നുണ്ട്, എല്ലാവരും ഇതാക്കുന്നുണ്ട്. മോൾ അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് അത് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫുഡ് ഞങ്ങൾ വരുമ്പോൾ വാങ്ങിക്കുമെന്നാണ് പറഞ്ഞത്, ഓർഡർ ചെയ്തോളം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നല്ല മഴയൊക്കെ ഉള്ള കാരണം ഒരു കുഞ്ഞൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് മഴ കിട്ടാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ടിട്ട് ഇനിയിപ്പോൾ മഴ പെയ്ത് ഞങ്ങൾക്ക് വാങ്ങി വരാൻ ബുദ്ധിമുട്ടില്ല വെച്ചിട്ട് ഓർഡർ ചെയ്തേക്കാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഓർഡർ ചെയ്ത്. നല്ല ലേറ്റായി, 9:30 ആയിട്ട് കേട്ടോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ. സാധാരണ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞൻ ഇന്നായിട്ടാവും കേക്ക് വാങ്ങാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ മൊത്തം മഴ ഞാൻ നനയേണ്ടി വന്നേനെ. നനയാൻ മാത്രമല്ല എൻ്റെ ഡ്രസ്സും കൊള്ളാവും കേട്ടോ. കാരണം ഈ ഡ്രസ്സിൻ്റെ മേലെ നിന്ന് കളർ നന്നായി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ള പാൻറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതും തീരുമാനമായേനെ. അപ്പോൾ ഇത്തവണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മോൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. മോൾക്ക് റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ വന്നത്. ഞങ്ങൾ രണ്ടാളും പിന്നെ കോട്ട് എടുக்கலாம். എനിക്ക് കോട്ട് എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ചേട്ടൻ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ക്യാപ്പ് എനിക്ക് തന്നു. എന്നിട്ട് ചേട്ടൻ ഹെൽമെറ്റ് എടുത്ത് വെച്ചു. അങ്ങനെയൊക്കെ ഞാൻ എത്തി. അപ്പോൾ ഇതിനെ കൊണ്ട് ഡ്രസ്സൊക്കെ ഓടിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നിൽക്കുന്നുണ്ട്, 2 പേരും ചിരിച്ച് നിൽക്കുക. അതിനിടയിൽ കൊടുക്കാൻ ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് കടത്തി നിർത്തുന്നുണ്ട്.
നല്ല വിറ്റായിരുന്നു. രണ്ടുപേരോടും ക്യാമറയ്ക്ക് നോക്കാൻ പറഞ്ഞാൽ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കും, ക്യാമറയ്ക്ക് നോക്കാൻ പറഞ്ഞാൽ ഞങ്ങളെ നോക്കും. മോൾക്ക് പിന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. കുഞ്ചിക്കും പിന്നെ സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ വയ്യ. ഇതേ നോക്കുന്നു ചേട്ടൻ പറയുന്നുണ്ട്. കുട്ടിയാകെ ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങളിത് കേക്ക് കട്ടിയുള്ള പരിപാടിയിലേക്ക് പിന്നെ പോകണം. ഫോട്ടോയും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ സ്വായും കയ്യിൽ വെച്ചു. സാധാരണ ചില സമയത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി അതേ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കേട്ടോ അവനെ കേക്ക് കട്ടിയാൽ നിർത്താറ്. ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞു കയ്യിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. കേക്ക് മുറിക്കാനുള്ള കത്തിയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആ ഇതിൻ്റെ മേലെ തന്നെ ഉണ്ടാവാറുണ്ടല്ലോ കേക്ക് ബോക്സ് ഞാൻ തന്നെയാണ് പൊളിച്ചത്. പക്ഷേ അത് കിട്ടാൻ ഞാനത് അവിടെ തപ്പി തന്നെ നടക്കുന്നുണ്ട്. അതായത് എല്ലാ സൈഡത്തെ ബോക്സിൻ്റെ മേലത്തെ എല്ലാ സൈഡ് ഭാഗവും ഞാൻ നോക്കി. പക്ഷേ ആ കേക്ക് കത്തിരിക്കണ ആ ഭാഗം മാത്രം നോക്കണില്ല. അതിങ്ങനെ മറ്റിച്ചിനെ വെച്ചപ്പോൾ മലർത്തി വെച്ചപ്പോൾ അത് അടിയിൽ പെട്ടു. ഇപ്പോൾ അത് ഞാൻ കേക്കൊക്കെ പിന്നെ കട്ട് ചെയ്യാനുള്ള അതും തപ്പി പിടിച്ചുകൊണ്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരാം നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാൻ. ഫുഡ് വന്നിട്ടില്ല ഇതുവരെ. അതിനിടയിൽ ഞങ്ങൾ ഫുഡിന് വിളിക്കുന്നുണ്ട്. മോൾക്കും വയ്യ, 9:30 ആയി ഇപ്പോൾ തന്നെ. ഇനി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തുമ്പോൾ നേരമാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ വ്യാഴാഴ്ചയാണ്, മോൾക്ക് നല്ല ക്ലാസ്സും ഉണ്ട്, ഉണർത്തലും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചു. നല്ല മഴ കേട്ടോ. ആ മഴ കാരണം അവരവിടെ പോസ്റ്റായി നിൽക്കുകയാണെന്ന് പറഞ്ഞു. എന്താ കത്തി എന്നോട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കത്തി തപ്പലോട് പക്ഷെ എനിക്ക് വേഗം കിട്ടിയിട്ടോ. പിന്നെ വേഗം കിട്ടിയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാം. എന്നാലും ഞാൻ ഏടത്തിന് എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ എടുത്ത് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടെന്ന്. കുഞ്ഞൻ ക്ഷമ നശിച്ചു. അപ്പോൾ ഞാൻ കുട്ടികളെ നോക്കാൻ തന്നെ എളുപ്പമല്ല കേട്ടോ. ഇവരത് തോണ്ടി ഇത് തോണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. 3 ഒരേ പ്രായമാണല്ലോ. പിന്നെ ഒരു സമാധാനം, 3 കൂടി ഒരുമിച്ച് തല്ലോടില്ല. അതാണുള്ളൊരു സമാധാനം. ഈ പ്രായമാണെങ്കിൽ 3 പേരും കൂടിയിട്ടുള്ള പിച്ചുക എന്നുള്ള അടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനൊരു സമാധാനമുണ്ട്. അതേ കുഞ്ഞിച്ചക്കൻ നച്ചിക്കേത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അതിനെ ഒരു ഐഡിയ കിട്ടില്ല. മുറിച്ചെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കുഞ്ഞനും ഏടത്തിയും കുട്ടികളും എല്ലാവരും കൂടെ കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കാട്ടോ. എഗ്ലെസ് കേക്കാണ്. കഴിഞ്ഞ തവണ കൈലാശനാഥിൻ്റെ ബർത്ത്ഡേക്കും എഗ്ലെസ് കേക്ക് തന്നെയാണ് വാങ്ങിയത്. ഒരു വീട്ടിലെ കമ്പിപ്പാലം ഒരു വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അവിടെ പോയിട്ടാണ് കുഞ്ഞ് വാങ്ങണത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എഗ്ലെസ് ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതേ ഓരോരുത്തരുടെ വായിരിക്കും. ജാങ്കു എന്തൊക്കെ അതിനുണ്ടെങ്കിൽ മിഠായിയൊക്കെ എടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി കഴിക്കണമൊക്കെ ആശ. അതെ കുഞ്ഞിച്ചക്കന് കൊടുത്തു, ജാങ്കുവിന് കൊടുത്തു, ഇതേ ശിവയ്ക്ക് കൊടുത്തു. എൻ്റെ കുഞ്ഞിച്ചക്കന് മാത്രം കൊടുത്തുള്ളൂ. അങ്ങനെ വരാറില്ലല്ലോ. 3 പേർക്കും കൊടുക്കാറുണ്ടല്ലോ. ഇനി അടുത്ത് ഞാൻ എൻ്റെ കൂടാണ് കേട്ടോ. ഒരു പരസ്പരം കുട്ടികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുപ്പിക്കാനുള്ള അതിക്കൊന്നും ഞങ്ങൾ പോയില്ല. കാരണം എല്ലാവരുടെ കൈമായി കഴിഞ്ഞാൽ നൈസ് പണി കിട്ടും. ഞാനും വിചാരിച്ചേ കുഞ്ഞങ്ങനെ കൊടുക്കാണ്ടിരിക്കാറില്ലല്ലോ എന്ന്. ഇപ്പോഴാണ് സെറ്റായത്. വീഡിയോ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ക്യാമറയ്ക്ക് നോക്കുക, മുടി മറ്റേ നോക്കുക. ഞാൻ കുട്ടികളുടെ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല. ചേട്ടൻ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യം ആ സൗണ്ടൊന്നും കൊടുക്കാതിരുന്നത്. ഇതായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. നമ്മൾ സൗണ്ട് കൊടുക്കുകയാണല്ലോ. അല്ലെങ്കിൽ നല്ല അടി സൗണ്ട് കേൾക്കായിരുന്നു അവിടുന്ന്. അടിയില്ല കേട്ടോ. ചേട്ടൻ നന്നായി പറയണമായിരുന്നു. ഇനിയിപ്പോൾ ഇതേ പറയുന്നുണ്ട് ഫ്രെയിം കൊടുക്കുക, ദേവട്ടിയെ ഫ്രെയിം കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ ചിന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിൽ എന്നോട് നിൽക്കാൻ പറയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചേട്ടൻ പറഞ്ഞാൽ ഫ്രെയിം കൊടുക്കുക എന്ന്. എനിക്ക് കത്തണ്ടേ, അതിനെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്തിട്ട് കുഞ്ഞിൻ്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ അല്ലേന്ന് എഴുതിയിട്ട്. അത് കൊടുക്കാനാണ് പറയണത്. പക്ഷേ ഞാൻ ഫ്രെയിമിൽ തന്നെ വരുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ മോളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മോളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുക. ഞങ്ങൾക്ക് അറിയായിരുന്നല്ലോ ഡേറ്റ് എന്താണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇന്ന് വ്യാഴാഴ്ച, ഇന്നലെ ബുധനാഴ്ച എന്താണ് ബസ് സമരമൊക്കെ ഉള്ള കാരണം കടകളുണ്ടാവില്ലല്ലോ. കടകളുടെ മുടക്കമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചൊവ്വാഴ്ച തന്നെ ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇവരെ പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് 4 പേരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോ ആയിരുന്നെങ്കിൽ ഞങ്ങളത് ഇന്നത് എടുത്തേനെ. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഇത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നമുക്ക് ബൈ പറയാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയർ മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ. കുട്ടികളെ വിളിച്ചിട്ട് ഒരു രക്ഷയില്ല. ഓക്കെ, ബൈ ഗൈസ്.